ഗുഡ് മോർണിംഗ്. സിന്ധു മാമൂസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? നിങ്ങളുടെ നാട്ടിലൊക്കെ തണുപ്പുണ്ടോ? അത് എല്ലായിടത്തും ചൂടും കാര്യങ്ങളാണ്. ഇവിടെ എല്ലാവരും കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോൾ അപ്പാപ്പനും സേവരിയനും ഒക്കെ ആ വെയിൽ ഇച്ചിരി ചെറുതായിട്ട് വെയിൽ വരുന്നത് അവിടെ പോയി വെയിൽ കൊള്ളുന്നത് കാണാം കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഇന്ന് പതിവില്ലാതെ ചേട്ടായി രാവിലെ ഉണ്ടപ്പോൾ ചേട്ടായും പറഞ്ഞു എന്നോ തണുപ്പല്ലോ ഇടിയെന്ന്. സെറ്റർ ഒരു 3 ഉണ്ട്, ഇട്ടുകൊണ്ട് പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ഇന്ന് നമ്മുടെ കടയിലെ കണ്ണൻ്റെ ചേട്ടൻ്റെ സജിയുടെ മോളുടെയും പിന്നെ കടയിൽ നിൽക്കുന്ന മണിയുടെയും ഒക്കെ കെട്ടുന്നവരെ കേട്ടോ വൈകിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തണുപ്പ് അടിച്ചിട്ട് എന്നെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര തണുപ്പാണ്, അസാധ്യ തണുപ്പ്. കൊടൈക്കനാൽ പോലും ഇത്രയും തണുത്തിട്ടില്ല. ആദ്യം പോണക്കുന്ന തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് തീരുമാനിച്ചില്ല. പറ്റിയെങ്കിലും പോകും, ഇല്ല ചേട്ടായി പോകും. ചേട്ടായി എന്തായാലും അത് കൂടും. കെട്ടുമുറുക്ക് ഒത്തിരി നാളായി കൂടിയിട്ട്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പോകണമെന്ന്. നോക്കട്ടെ, സാഹചര്യം മുടക്കും. വൈകിട്ടാകുമ്പോഴത്തേനും എനിക്ക് സൗണ്ടൊക്കെ അടച്ചിട്ടേ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ പിന്നെ എന്നെ ചെയ്യാനാ, പറ്റുമെങ്കിൽ പോയി കൊള്ളണമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നമ്മുടെ ഉപ്പുകര വരെ ഒന്ന് പോവാണ്. 1-2 കാര്യങ്ങളുണ്ട് ഉപ്പുകര പോയിട്ട് ഓരോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കറണ്ടില്ല, ഇന്ന് കറണ്ടില്ലാത്തതുകൊണ്ട് അവിടെ താഴെ വർക്ക് നടക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് സൗണ്ടില്ല. പക്ഷെ പെരയ്ക്കകത്ത് വെട്ടക്കറവാണ് കേട്ടോ. എന്തായാലും പോയിട്ടൊക്കെ വരാവേ. ഇപ്പോൾ ഒരു പരമാണ്ടം കാറ്റ് വന്നിട്ടുണ്ടല്ലോ. ദേ ഇതെല്ലാം മറിഞ്ഞ് താഴെ വീണിട്ട് ദേ ഇതെല്ലാം എനിക്കറിയത്തില്ല ഇനി ഇതൊക്കെ എങ്ങനെ സെറ്റാക്കുന്നു. ഇനി അനൂര് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ് ഡ്യൂട്ടി. ഇനി രാത്രി ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതെല്ലാം വിട്ടു വന്നു. ട്രീയല്ല കുഞ്ഞോട് പറഞ്ഞു ഒത്തിരി സൈസ് കാറ്റ് ആ സാധനം വന്ന് അടിച്ചാന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. രാവിലെ നല്ല നല്ല കാഴ്ചകൾ കാണിച്ച് തരട്ടെ നിങ്ങളെ. ഇതുണ്ടോ തേൻ കുടിക്കുന്നുണ്ടോ? ഉണ്ടോ തേൻ കുടിക്കുന്നേ? ഉണ്ടോ? അതിനകത്തുണ്ട് ഈച്ച. അയ്യോടാ പോയിരുന്ന് കുടിക്കുന്നുണ്ട്. എന്നാ രസം നോക്കി. രാവിലെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഉഷാറല്ലേ മനസ്സിന്, നല്ലൊരു ഉഷാറല്ലേ. രാവിലെ പുറത്തോട്ടൊന്നും പക്ഷേ ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. എന്നാന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് കാരണം കേട്ടോ. ഇപ്പം ദേ അവിടെ നമ്മുടെ ഒരു വാഴക്കള കൊലച്ച് വരുന്നുണ്ട്. കണ്ടോ? കുഞ്ഞിക്കലയാൻ തോന്നും. എന്തായാലും കൊലച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പോട്ട് വരാനായിട്ട് ഇറങ്ങിയതാണ് മുറ്റത്തോട്ട് കേട്ടോ. അപ്പം 2-3 കപ്പളങ്ങ ചേനച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ. നോക്കട്ടെ. ഇവൻ ചേനച്ചു പഴുക്കറ. ഇവന്മാർ 3 കേട്ടോ. അപ്പം നമുക്ക് ഇവന്മാരെ പറിക്കാം അല്ലേ. ഇത് കണ്ടോ? ചേനച്ചു ഒത്തിരി പഴുത്തു പോകാതെ ശരിക്കും പഴുത്തു കേട്ടോ. അപ്പം അവന്മാരെ നമുക്ക് പറിച്ചെടുക്കാം. കണ്ടോ? അതെ ഇവന്മാർ നല്ല കപ്പളങ്ങപ്പഴം കേട്ടോ. സൂപ്പർ കപ്പളങ്ങപ്പഴം. ഇങ്ങോട്ട് നോക്കിയാൽ പഴുത്തപ്പോൾ എല്ലാ അവന്മാരും ഒരുമിച്ച് പഴുത്ത്. ഈ വലിയവന്മാർ 2 പേരും ഇപ്പം കഴിക്കാൻ ഭാഗമായി കേട്ടോ. മറ്റേത് 3 നാളായത്തേനൊക്കെ റെഡിയാവും. അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അല്ലേ. കണ്ടോ? സൂപ്പർ പഴമാണ്. ഒരെണ്ണം വേണേൽ കടയിൽ കൊടുക്കാം, അവർ ചെത്തി കഴിക്കട്ടെ അല്ലേ. ചേട്ടായിക്കും കഴിക്കാമല്ലോ അവിടെ ആകുമ്പോൾ. ഒരെണ്ണം ചേട്ടായിക്കൊക്കെ കൊടുക്കാം. അയ്യോ, എനിക്കതിൻ്റെ ഇഷ്ടമായി, സന്തോഷമായി. ഞാൻ തന്നെ കണ്ടോ, ഞാൻ നട്ടുപിടിപ്പിച്ച കപ്പളത്തെ എനിക്ക് കപ്പളയ്ക്കപ്പഴം കിട്ടിയത് കണ്ടോ. അതാ പറയുന്നത്, സമ്പത്ത് കാലത്ത് തയ്യത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാതല്ലേ. അപ്പം എന്തായാലും ഒരെണ്ണം മതി നമുക്ക് ഇതാക്കി അവർക്കൊക്കെ കൊടുക്കാം അല്ലേ. നല്ല കപ്പളങ്ങപ്പഴമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും ഓർത്ത് ആ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന്. ഇവിടുത്തെ ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടോ. ഈ ചെടികൾക്ക് അത് മഴ പെയ്താലും നനയത്തില്ലാത്തതുകൊണ്ടുണ്ടല്ലോ അതിന് ഇതാവും, വാട്ടമാവും ഭയങ്കരമായിട്ട്. അപ്പം മഴവെള്ളം പെയ്ത് കിടപ്പുണ്ട്, ഇച്ചിരി അങ്ങോട്ട് കോരിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അല്ല. ഈ തണുപ്പ് കാരണമുണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങാണ്ടിരുന്നിട്ടേ എല്ലാത്തിനും വെള്ളമില്ലാണ്ട് ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയ ഞാനാ. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. 11 മുമ്പേ ഇറക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ 11:15 അയ്യോ ഒന്നും പറയണ്ട. എന്നാന്നോ ഭയങ്കര വെയിലടിക്കുമ്പോഴത്തേനും ഇവന്മാർക്കൊക്കെ ഒരു വാട്ടമാകത്തില്ലേ. പാവം, നമ്മൾ 4 നേരം തീറ്റ തിന്നുന്നില്ലേ അല്ലേ. അതേപോണക്കല്ലേ അവന്മാരും. പാവം തോന്നിയല്ലേ. അല്ലെങ്കിൽ ഇതേലും കൂടെ ആവുന്നുണ്ടല്ലോ ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് കരിയും. ഫോൺ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
എനിക്ക് ഏറെ വെള്ളം വേണ്ട ചെടിയാതാനും. രണ്ടൊന്നും ചട്ടി മേടിക്കണമെന്ന് ഓർത്തിട്ട് പറ്റിയില്ല. ചേട്ടായോട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതുണ്ടോ വടിയേക്കുന്നുണ്ടോ, വെയിൽ ഇളവെയിൽ കൊള്ളുന്നേ വടിക്കും. ഇതൊക്കെ ഇതൊന്നും ഒരു ഊരില്ലാത്ത സൈസ് ചെടിയാന്നേ. അപ്പം തിന്നൽ ഇരിക്കുന്ന കൂടി ഇച്ചിരി ഒഴിച്ച് കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ ഒരു ബക്കറ്റ് കൂടെ എടുക്കണം. അങ്ങനെ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു. ഇതൊക്കെ വെയിൽ കൊണ്ടിട്ടങ്ങ് ഒരുമാതിരി ആയി പോയായിരുന്നേ. നമുക്കൊന്ന് ശരിയായി വരട്ടെ അല്ലേ. ചട്ടിക്കകത്തിരിക്കുന്നതിനൊക്കെ ഒഴിച്ചു കൊടുത്തു. തറയിൽ നിൽക്കുന്നതിനൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ ഊസ് പൊട്ടിപ്പോയി. ഇനി ഒരു ഊസ് മേടിക്കണം. അപ്പോൾ ഇനി പോയിട്ട് വരാം. ഇപ്പോൾ 11:30 കഴിഞ്ഞു. ഇതാണ് എൻ്റെ കളി. എവിടെയെങ്കിലും പോകാനും ഇറങ്ങിയാലും ഒക്കെ എന്തെങ്കിലും പണിയുണ്ടോ അതെല്ലാം ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. പിന്നെ ലിയോക്കുട്ടനെ കുറച്ച് ദിവസമായിട്ടുണ്ട് അനക്കിയിട്ട്. അവനെയൊക്കെ നനക്കി ഒന്ന് പോയിട്ടൊക്കെ വരാം. അപ്പോൾ ഉപ്പുകറിക്കൊക്കെ പോയിട്ട് വന്നിട്ടോ. ഡ്രസ്സ് മാറിയില്ല. ഞാൻ വിചാരിച്ചേ ഇവനെ ഒന്ന് ചിപ്പി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. താഴെ അവർ പണിയുന്നുണ്ട് സജിയൊക്കെ. അവർക്കും വേണമെങ്കിൽ കൊടുക്കാൻ. നല്ല വെയിലായിട്ടുണ്ട്. അപ്പം ഇഷ്ടമായി പോകും. കഴിക്കട്ടോ വേണമെങ്കിൽ അല്ലേ. അല്ല വളമില്ലാത്തതല്ലേ, മധുരം ഉണ്ടോ തരത്തില്ല കേട്ടോ. നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ചേട്ടായും കഴിച്ചു. ചേട്ടൻ ജ്യൂസ് അടിച്ച് വെയിലിരുന്നു. ഞാൻ ഈ 5 എണ്ണത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. 2 എണ്ണം കുമാരിച്ചേച്ചിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. താഴത്തുകാർക്ക് ഉള്ളതുകൊണ്ട് താഴത്തുകാർക്ക് മേച്ചിട്ടില്ല. ഒരെണ്ണം സൂസമ്മ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടല്ലോ, വലിയ വീഴ്ചയൊന്നും ഇല്ല ആർക്കും. നമ്മുടെ വീട്ടിലും പോകുമ്പോൾ കാണാവേ പഴക്കടയിലും പച്ചക്കറി കടയിലും ഒക്കെ വെച്ചേക്കുന്നത്. വലിപ്പം വന്നല്ലേ. ഞാൻ ചേട്ടായിട്ടാണ് വേണം ചേട്ടായി ഇവിടെ അരിതിനെ കഴിയുന്നത്. അവിടെ എല്ലാവർക്കും പഞ്ചാമൃതമേ ഇറങ്ങത്തുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട പോകും. ഞാൻ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ ആയുർവേദാശുപത്രി പോയേ. ആയുർവേദാശുപത്രി ചെന്നപ്പോൾ സജിയുടെ പെണ്ണെ കണ്ടു കേട്ടോ. ഇന്ന് കിട്ടുന്നറിയല്ലേ, ചേച്ചി പോയിട്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനെ തണുപ്പിൻ്റെ നോക്കിയിട്ട് വരാടി, എനിക്ക് വയ്യല്ലോ എന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവരുടെ അവിടെ കപ്പളങ്ങിയ പഴുത്ത് നിൽക്കുന്നത്. പിന്നെ വേണോന്ന് ചോദിക്കാതെ നന്നായില്ലേ. അയ്യോ കപ്പളങ്ങിയപ്പോഴൊന്നും അത്ര വലിയ ആർക്കും പിടുത്തമില്ല അല്ലേ. പക്ഷെ പണ്ട് ചേട്ടൻ്റെ കൂടെ എസ്റ്റേറ്റ് ജയറാമില്ലേ, നമ്മുടെ സിനിമ നടൻ ജയറാമിൻ്റെ ഒരു അങ്കിളോ എന്തോ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരു സാറുണ്ടായിരുന്നേ. പുള്ളിയുടെ കാണാറെന്ന് പറഞ്ഞു ചോര തൊട്ടെടുക്കാമെന്ന് പറഞ്ഞേ. പുള്ളി എപ്പോഴും കപ്പളങ്ങപ്പഴം കഴിക്കുമായിരുന്നു എപ്പോഴും. എന്നിട്ട് ചേട്ടാട് പറഞ്ഞു, സുനിലെ എവിടെ കപ്പളങ്ങപ്പഴം കിട്ടിയാൽ കൊണ്ടുവരണേ സുനിലെ. ചേട്ടാ ഇപ്പോഴും പറയും. ആ സാറിൻ്റെ പേരും പറയും കേട്ടോ. ജയറാമിൻ്റെ അങ്കിളെങ്ങാണ്ടായിരുന്നു. ഒരു വിഷമില്ലാത്ത സാധനമാണ് അല്ലേ. നമുക്കൊക്കെ ഇഷ്ടമില്ല. ആയുർവേദത്തിൽ എല്ലാം മരുന്നും ഉണ്ട്, നല്ല ഡോക്ടറും കാര്യങ്ങളും ഒക്കെ കേട്ടോ. എന്തായാലും മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തുടങ്ങണം നാളെ. എനിക്ക് ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. ശ്വാസമുട്ടലിൻ്റെ ഒക്കെ ആ ഒരു ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. എന്നാലും കാര്യമായിട്ടാകാണ്ട് നിങ്ങളോട് ആരും ഞാൻ പറയുന്നില്ലെന്ന് കരുതിയാൽ. ഇത് ഒഴുകുന്നുണ്ടോ അല്ല, അവിടെ ഒരിടം ഞാൻ ഞെക്കുമ്പോഴത്തേനും ഒരിടം ഇതാവുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചെത്തി എടുത്തിട്ട് കാണിച്ചു തരാം. ഞാനും ഇതുകൂടെയുള്ള ഗുസ്തി നിങ്ങൾ കാണണ്ട. സിന്ദൂരമെല്ലാം പാടുന്നല്ലേ. എന്നാന്നറിയോ, ഈ കോറ്റ് പറഞ്ഞില്ലേ, ഈ കൈയുടെ എല്ലാം തന്നെ നഖത്തിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് വേദനയാണേ. ഭയങ്കര കാറ്റാ തണുപ്പിൻ്റെ. അപ്പം ഞാൻ ഇത് ചെത്തി സരിക്ക് താഴോട്ട് കൊടുക്കുക. അവരുടെ പണീനെ ഞാൻ കണ്ടേ. വെയിലത്ത് നിന്നുകൊണ്ട് മുറ്റമൊക്കെ റെഡിയാക്കുന്നു. ശരിക്കും പണിയാണ് കേട്ടോ. കയറി താമസം ഡിസംബറിൽ തന്നെ വെക്കാനായിട്ടുള്ള പരിശ്രമമാണെന്ന് തോന്നി. ഇനി ന്യൂ ഇയറിനാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും. അപ്പോൾ എന്നാൽ കൊടുക്കാമെന്ന് ഓർത്തപ്പം അവൻ കയറി വന്നിപ്പം. അന്നേരം അവൻ ചോറെടുക്കാൻ പോവാന്ന് പറഞ്ഞേ. എന്നാൽ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് അത് രണ്ടെണ്ണം കൊടുത്തു വിട്ടു. ഇത് ചെത്തി റെഡിയാക്കി വെക്കാം, വരുമ്പോൾ എടുത്തോളം പറഞ്ഞ്. ചോറും കഴിയുമ്പോൾ ഒന്ന് ഓരോ പീസ് കഴിക്കാമല്ലോ. അവിടെ കുമാരി ചേച്ചിക്കും സ്മിതയ്ക്കും ഒക്കെ ഇഷ്ടമാണ്. നല്ലതല്ലേ.
അവരുടെ ഒരു കപ്പളം ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കുമാരിച്ചേച്ചി കൊണ്ടുവന്ന്. പക്ഷെ അത് ഒടിഞ്ഞു പോയി. അയ്യോ, ഇത് പറ്റിയോ? ഇങ്ങനത്തെ അന്ന് പിന്നെ ഇത് ഇല്ലാഞ്ഞത് കേട്ടോ, കുരു ഇല്ലാഞ്ഞത്. നോക്കട്ടെ കുരു ഉണ്ടോന്നേ. പിന്നെ ചേട്ടായി എന്നെ റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അതേലും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ച് കുരുവാ. അയ്യോ, ഞാൻ ഈ ഷാളിലെല്ലാം പറ്റിച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാറാതെ തന്നെ പെട്ടെന്ന് അവർക്ക് മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. അതങ്ങനെ ഇപ്പം അവിടെ ഒരു ഇട്ടതല്ലേ ഉള്ളൂ, ഒന്നും പറ്റിയില്ലായിരുന്നു. കുരു കൊണ്ട് കേട്ടോ നിറച്ച്. എന്നാലും ഒരു കുരുവേ ഉള്ളായിരുന്നു ഒരെണ്ണത്തിനകത്ത്. അപ്പം ഇത് ഇത്രയും വലുതല്ലേ അല്ലേ? പണ്ട് അമ്മ പണിയാൻ പോകുന്ന വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട് ചെറുപ്പത്തിലെ. ഒരു അസുഖവും ഉണ്ടായിട്ടില്ല. സത്യമായ ഇതൊക്കെ ഇപ്പം നമ്മുടെ പിള്ളേർക്കും അസുഖം, നമുക്കും അസുഖം. നമ്മളിപ്പോൾ ഇതൊന്നും ഉണ്ടായിക്കോളും തിന്നിയല്ലോ നല്ല സാധനങ്ങളൊന്നും. ശരിയല്ലേ? നല്ല ഇച്ചിരി പഴുത്തു കേട്ടോ ഇത് നന്നായിട്ട്. ഞാനോട് പഴുത്ത അത്ര ഇതായിരുന്നു, പക്ഷെ പഴുത്തു. ഒരു ഇച്ചിരി തിന്ന് നോക്കാവേ. മധുരം ഉണ്ടോന്ന് നോക്കാം, എന്നിട്ട് കൊടുക്കാം അവർക്ക്. മധുരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. മുഖത്തേക്കാൾ നല്ലതാ. സൂസൻ ചേച്ചി അവിടെ പഠിത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ദിവസമായി സൂസൻ ചേച്ചി അവിടെ കയറിപ്പോട്ടെ. ഇങ്ങനെ പറയാം, ചക്കയും മായൊക്കെ തീർന്നു ഇപ്പൊ അവളെ കാണാനിരുന്നത്. അയ്യോ മതി. ഞാൻ പറഞ്ഞു എന്റെ ചേച്ചി സമയം കിട്ടാൻ. നിങ്ങൾക്ക് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സമയം ഉണ്ടാവുമല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ ഇന്ന് രണ്ടെണ്ണം കൊണ്ട് കൊടുക്കാം. നാളത്തേക്ക് ആകുമ്പോഴത്തേനും ഒരെണ്ണം കൂടെ പഴുക്കും. ഇതുകൊണ്ടോ അവിടെ പഴുത്ത് ഭയങ്കരമായിട്ട് ഇതായി. ഒത്തിരി പഴുത്തറിഞ്ഞ് ഞാൻ അവർക്കൊരു വൃത്തിയുള്ളതിന് കൊടുക്കാൻ പറ്റും. ഒത്തിരി ദിവസം കൂടി സൂസമ്മ ചേച്ചിയോടെ കയറി വന്നാട്ടോ. ഒത്തിരി ദിവസം ഈ ചക്കയില്ലാണ്ട് എഴുതി വരാത്തത് ചോദിച്ച് കഴിഞ്ഞ ആഴ്ച കളിയാക്കരുത്. ഇതേ കാപ്പിക്കുരുമൊക്കെ പഴുത്തതൊക്കെ പറിച്ചുണങ്ങായിട്ടേക്കുന്നുണ്ടോ. ബാക്കിയൊന്നും പഴുത്തിട്ടില്ല. ദേ പച്ചയായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ പറിച്ചെടുക്കണേ എന്ത് പണിയാണെന്നറിയോ. ശരിക്കും കഷ്ടപ്പാടാണ് കേട്ടോ. ഇത് മാവിൽ ചപ്പിയിടുന്ന കേട്ടോ. മാവിൽ ചപ്പിയിടുന്ന പരിപ്പ് കറക്കി ഉണങ്ങായിട്ടേക്കുന്നത്. ഇത് കുരുമുളക്. ഇനി ചക്കയെല്ലാം ചെത്തിക്കളയും. ഏലമായി മൊത്തം. ഒരു കുങ്ങുണി കൊണ്ട് പിടിപ്പിച്ചല്ലോ. വേറെ 2-3 കളറുണ്ട്. ഇതൊക്കെ പണ്ട് നമ്മുടെ വേലിയെ കൂടെ ഒക്കെ നിന്നുകൊണ്ടിരുന്ന കുങ്ങുണിയാണ്. ഇപ്പോൾ ഇത് ഭയങ്കര പേരുകേട്ട ചെടിയായി. അമ്മൂൻ്റെ അവിടെ സുധാമ എപ്പോഴും ഇത് ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു നടുവെന്ന് പറയും. പണ്ടൊക്കെ വേലി വഴി നടന്നുകൊണ്ടിരുന്ന കുങ്ങുണിയാണ്. ഒരു കപ്പളങ്ങാപ്പഴം കൊടുക്കാൻ വേണ്ടിയിട്ട് സൂസമ്മ ചേച്ചിയുടെ അടുത്ത് കയറിപ്പോയി. അപ്പോൾ എത്ര പഴം എനിക്ക് കിട്ടിയെന്ന് നോക്കിയതേ. നിറച്ച് ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടി. പിന്നെ ഉപ്പേരിക്കപ്പ കിട്ടി. ഉപ്പേരിക്കപ്പ ഇതുകൊണ്ട് എൻ്റെ കൈ കഴിഞ്ഞ ദിവസം വെയിൽ കൊണ്ടോ കരിവാളിച്ചിരിക്കുന്നത്. അയ്യോ ദേ ഉപ്പേരിക്കപ്പ ഉണ്ടോ, വറക്കാൻ നല്ല സൂപ്പറാണ്. അതും ചേച്ചി തന്നു വിട്ടാ കേട്ടോ. ശരിക്കും എനിക്കൊരു പറ്റിയത് ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ സന്തോഷിനോടെ പോയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. കെട്ടും കെട്ടി ശബരിമലയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് കുറേ സാധനമൊക്കെ തല വെച്ചുകൊണ്ട് വരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അതെന്നതായിരുന്നു എന്നറിയോ? ആത്തയ്ക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിവിടെ കൊണ്ടുവന്നിട്ട് എന്നെ എന്നറിയോ, ഒരു ബക്കറ്റ് ചുമ്മാ അരിയൊന്നും ഇല്ലാണ്ട് ഒരു ബക്കറ്റ് അടപ്പുള്ള ബക്കറ്റ് ഇരിപ്പുണ്ട്. നമ്മുടെ അടുക്കളയ്ക്ക് ആ പച്ച ബക്കറ്റ്. അതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ലോ, നമ്മുടെ അടുക്കളയെല്ലാം എല്ലാവർക്കും അറിയത്തില്ലേ. ആ പച്ച ബക്കറ്റിന് അതുകൊണ്ട് വെച്ചു. എന്നിട്ട് മറന്നുപോയി. അൽഷിമേഴ്സ്. ശരിക്കും എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഭയങ്കര പറയുമെന്ന് വെച്ചാൽ ഭയങ്കര പറയും. ഈ തൈറോയിഡ് പിന്നെ ആയിട്ടാണോ എന്നാന്ന് എനിക്കറിയില്ല. മുടിയും ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര മറവിയാണ്. അതിലും വെகு രസം കേട്ടണം. ഇപ്പം ഞാൻ സൂസമ്മ ചേച്ചിയുടെ അടുത്ത് കയറിപ്പോയി. ഇന്ന് സൂസമ്മ ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതൊന്നും അറിഞ്ഞുകൊണ്ട് വിചാരിച്ചതല്ല, ചുമ്മാ ഞാൻ കയറിപ്പോയത്. ചെന്നപ്പോഴാണ് പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം സൂസമ്മ ചേച്ചിക്ക് നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് വിഷും ചെയ്തു തരാം. സൂസമ്മ ചേച്ചിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി എനിക്ക് എപ്പോൾ ചെന്നാലും ഈ നമ്മുടെ അമ്മമാരുടെ മാതിരിയാണ് എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പറക്കിയൊക്കെ തന്നു കൊടുക്കും. അപ്പോൾ ഇന്ന് ഉണക്ക് ഉപ്പേരിക്കപ്പയും പ്രാഷൻ ഫ്രൂട്ടും ഒക്കെ തന്നു, കേക്കൊക്കെ തന്നു.
അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആത്തയ്ക്ക വഴുത്തില്ലേ, ഇതുവരെ ഒരു ആത്തയ്ക്ക തന്നില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു എടി കൊച്ചേ ഇവിടുത്തേക്ക് ഇത്രയായി വരുന്നുള്ളൂ. അപ്പം ഞാൻ പറയേ ഇവിടുത്തേക്ക് ഇത്ര ആയിരുന്നുള്ളൂ, സന്തോഷിൻ്റെ അവിടുന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ സന്തോഷിൻ്റെ അവിടുന്ന് കൊണ്ടുവന്ന ആത്തയ്ക്ക എന്നാ ചെയ്തെന്ന്. ഇത്രയും വീറും വൃത്തിയും ഒക്കെ ഉള്ള പെരയാണ്, ഒരു സ്മെല്ല് പോലും വന്നില്ല. കാരണം നല്ല സൂപ്പറായിട്ട് ബക്കറ്റ് അടച്ച് സെറ്റാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പം വന്നിട്ട് എടുത്ത് നോക്കി, ഞാൻ താഴോട്ട് ഓടിക്കൊണ്ട് ഇട്ട് അവിടെ മുറ്റത്തിൻ്റെ താഴെ കൊണ്ട് കളഞ്ഞു, സഞ്ചോടെ എടുത്തുകൊണ്ട് കളഞ്ഞു. എന്നാന്നറിയോ, മൊത്തം പൂത്ത് കെട്ടി ചീഞ്ഞഴുകി. ഇതിലേക്ക് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേനും ഇവിടെയൊക്കെ വെള്ളം വീണു. എന്ത് കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവന്നാന്നറിയാം. അത് അവൻ ആർക്കും കൊടുത്തു പോലും ഇല്ലായിരുന്നു. ഫസ്റ്റ് എനിക്ക് പറിച്ചു തന്നു, അത്രയും പാടുപെട്ടവൻ അത്രയും പറിച്ചു തന്നു കേട്ടോ. എൻ്റെ പൊന്നേ എനിക്ക് ഭയങ്കര മറവിയ കേസ്. ഇങ്ങനെ പോയാൽ എങ്ങനെ ആവും എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും തന്മാത്രയൊക്കെ ഓർമ്മ വരുന്നു. ദൈവമേ എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് മറവിയെന്ന് വെച്ചാൽ ഭയങ്കര മറവിയാണ്. എന്നാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതേമാതിരിയുള്ള ചില പരിപാടികളാണ് ഇന്ന്. ഈ കഴിഞ്ഞ ദിവസം എന്നാ കാണിച്ചതെന്നറിയോ, എവിടെ കണ്ട് പോകാനായിട്ട് നല്ല സൂപ്പറായിട്ട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പോയി നിന്നൊക്കെ പ്രാർത്ഥിച്ച് വീഡിയോയ്ക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കഥകൊക്കെ പൂട്ടി ഇറങ്ങി വണ്ടി എടുത്തിരുന്നു. താക്കോലെടുത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ച് കയറുമെന്ന് താക്കോലെടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന മൊത്തം പൊട്ടത്തരങ്ങളാണ്. എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല, മറവിയെന്ന് വെച്ചാൽ ഭയങ്കര മറവിയാണ്. എങ്ങനെയാകുമോ എനിക്കറിയത്തില്ല. ശരിക്കും ആത്തപ്പഴം കൊണ്ടിട്ട് ചങ്ക് കൂട്ടിപ്പോയി. ഞാൻ താഴെ എടുത്തു കേട്ടോ. അതേ ഊണക്ക് ചേട്ടായിട്ട് പറയുന്നില്ല, പറഞ്ഞാൽ ചേട്ടായി വഴക്ക് പറയും. അതില്ല, അരി ഉള്ള ആ ബക്കറ്റിൽ വെച്ചാൽ മതിയായിരുന്നു. മണ്ടത്തരമായി പോയല്ലേ. അന്ന് അരി എടുക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ. ഇതൊന്നും ഇല്ലാത്ത ബക്കറ്റിൽ വെച്ച് അടച്ചു വെച്ചതാണ്. ചിപ്പിമോളെ വിളിച്ചെന്നിട്ട് ഞാൻ ചിപ്പിമോളെ ആത്തയ്ക്കാപ്പഴമൊക്കെ കഴിഞ്ഞോടി തീർന്നോടിയെന്ന് ചോദിച്ചു. ഇല്ല അപ്പച്ചി, അമ്മു ചേച്ചി എന്നാ വരുന്നത്, 2-3 എണ്ണം കൂടെ നിൽപ്പുണ്ട്. അപ്പും ചേച്ചി ഉണ്ടായപ്പോഴേ പറഞ്ഞായിരുന്നു അമ്മുന് ഭയങ്കര ഇഷ്ടമുള്ള പല വെച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മു ചേച്ചിക്കുള്ള 5-6 നിൽപ്പുണ്ട്. പപ്പ ഇന്നലെ കൂടെ അച്ഛൻ ഇവിടെ പറഞ്ഞു, ഏതായാലും സിന്ധുപ്പച്ചിക്ക് കൊടുത്തു വിടാൻ പറ്റി, ശാന്തയപ്പച്ചിക്ക് കൊടുത്തില്ല, കുട്ടായി പപ്പായ്ക്കും കൊടുത്തില്ല, ഇനി അവർക്ക് രണ്ടും കൊടുക്കണമെന്ന് കണ്ട് ഇന്നലെയും പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ പോയടി, ആരോടും പറയണ്ട കേട്ടത്. ഇല്ലത് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിറ്റിയിലെക്കാളും വെച്ച് കണ്ടിട്ട് അപ്പച്ചി മോനെ ഒക്കെ കണ്ടിട്ട് അറിയത്തില്ലാത്ത പോലെ പോയാൽ വിഷമിക്കണ്ട, അൽഷിമേഴ്സാന്നാ തോന്നുന്നതെന്ന് പറഞ്ഞു. അയ്യോ മതി, എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര മറവിയാണ്. ഇതെന്നോ ഒരു പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര മറവിയെന്ന് ചോദിച്ചാൽ ഭയങ്കര മറവി. ഈശ്വര വെറുതെ പോയി. എനിക്ക് സങ്കടം വരുമോ, ശരിക്കും സങ്കടം വരുമോ എന്ന് കണ്ടിട്ട്. അതും ഭയങ്കര ഇല്ല കേസ്. എന്നെ ചെയ്യാനാ, പുറത്തിറങ്ങിയിരിക്കാനല്ല ദൂരെ രക്ഷയില്ല. ഇന്നത്തെ ദിവസം ഫുള്ളിങ്ങനെ എന്നാ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇന്ന് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യണ്ടായിരുന്നു. കാരണം ചേട്ടായി വൈകിട്ട് അവിടെയല്ലേ കെട്ടുമുറുക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ വൈകിട്ടത്തേന് എനിക്ക് മാത്രം ഉച്ചയ്ക്ക് മതിയായിരുന്നല്ലോ. അതുകൊണ്ടെല്ലാം ഉടായ്പ പരിപാടിയായിരുന്നു. അതുകൊണ്ട് അരക്കുകയും കറി വെക്കുകയും ഒന്നും വേണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കെട്ടുമുറുക്ക് വീട്ടിലെ അവസ്ഥ എന്നാ ദൈവമേ, അവിടെയും കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ സിറ്റിക്ക് ഇന്ന് പോയപ്പോഴത്തേനും ഞാൻ കണ്ടായിരുന്നു, സിറ്റിയിൽ അവിടെ പണിയുന്നുണ്ടായിരുന്നു, റേഷൻ കടയിലൊക്കെ അടുത്ത് പണിയുന്നുണ്ട്. അപ്പോൾ ആ ലൈൻ എല്ലാം ഓഫായിരിക്കും. അവരെല്ലാം അരകല്ലേ വെച്ച് അരക്കേണ്ടി വരും ഇന്ന്, കറികൾക്കും സാധനങ്ങളും എല്ലാം. എന്നാ ചെയ്യാനാ. എന്നാലും എനിക്ക് ഭയങ്കര മനസ്സിന് സങ്കടം. എൻ്റെ ആങ്ങളെ എന്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ മണ്ടേ കയറി. എൻ്റെ കണ്ട പറഞ്ഞാൽ എനിക്ക് കൊതിയുള്ള സാധനമായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അന്നേരം കയറി പറിച്ച് പെറുക്കി തന്നാണ്. കൊണ്ടുപോയി ചീച്ച് പുഴിപ്പിച്ച് കളഞ്ഞു. ചീർത്ത് കെട്ടി ഇരിക്കുമായിരുന്നു. എൻ്റെ പൊന്നെ മറവിയെന്ന് വെച്ചാൽ ഭയങ്കര മറവി കേട്ടോ. ദൈവമേ അൽഷിമേഴ്സ് എന്നൊക്കെ ഞാൻ വീഡിയോക്കകത്ത് അറിയാണ്ടാണെന്ന് പറഞ്ഞു. ദൈവമേ ആർക്കും വരാണ്ടിരിക്കട്ടെ, എൻ്റെ ഒന്നും അതറിയാം, എനിക്കെന്നല്ല ആർക്കും വരാണ്ടിരിക്കട്ടെ. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് മറവിയുണ്ട്. ഇപ്പോൾ ഒരു പരിധി വരെ മറവി ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ മനസ്സിന് വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കാതിരിക്കുന്നതൊക്കെ നല്ലതാണ്, മറവി നല്ലതാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മറവി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും അല്ലേ. ഒന്ന് ഓർത്ത് നോക്കി, ഓരോ കാര്യങ്ങളും നമ്മൾ എന്നാ പറയുന്നത്, അയ്യോ പറയാൻ പോലും പറ്റത്തില്ല അല്ലേ. എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിരുന്നു ഇപ്പോൾ അതെടുത്ത് കളഞ്ഞപ്പോൾ. കാര്യം ഞാൻ ചിപ്പിയോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അടി എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞാലും അത്രയും സാധനം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഭയങ്കര വിഷമവും വേദനയൊക്കെ ആയി. ഇനി പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, പോയില്ലേ അല്ലേ. എന്നാ ചെയ്യാനാ. നല്ല തണുപ്പും കാര്യങ്ങളും ആയി ഇപ്പം തന്നെ. അതുകൊണ്ട് ഞാൻ കെട്ടുനിറക്കി പോകുന്നില്ല. എന്നാന്നറിയോ, കെട്ടുമുറുക്കിന് പോയിട്ട് വന്ന് സ്കൂട്ടിയും കൂടി പോയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് തണുക്കും. സ്കൂട്ടിക്ക് അല്ലെങ്കിൽ ഞാനൊരു 5:30 ആകുമ്പോഴത്തേങ്കിലും പോകണ്ടേ, സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ ചെന്നിരിക്കണം. അത്രയും സമയമാകുമ്പോഴത്തേനും മടുക്കും. വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇന്ന് കറണ്ടില്ല. 5:30 കഴിഞ്ഞ് പകൽ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ട് എനിക്ക് പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാണ്ട് പോയി. 5:30 കഴിഞ്ഞേ കറണ്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ 5:30 കഴിഞ്ഞാണെങ്കിലും ചിലപ്പോൾ 6:30 കഴിഞ്ഞേ കറണ്ട് വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തും അപ്ലോഡ് ആക്കിച്ച് ഒന്നും നടക്കത്തില്ല.
അതുകൊണ്ട് ഞാൻ ഓർത്ത് പോകണ്ട, ചേട്ടായിയോട് കെട്ടിന് പുറത്ത് കന്നിക്കെട്ടല്ലേ മോള് കുഞ്ഞ് സജിയുടെ കുഞ്ഞ് കന്നിക്കെട്ട, അപ്പോൾ കെട്ടിൻ്റെ പുറത്ത് നേർച്ച വെക്കാനൊക്കെ പൈസ വെക്കാനൊക്കെ ചേട്ടായിയോട് വിളിച്ച് പറയാമെന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഇറച്ചി മീനും ഒന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നു, പോകാം കെട്ടുമുറുക്ക് പോയി കൂടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതും പറ്റിയില്ല. അതാ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഒരു ദിവസം ഒരു സുഖമില്ലാത്ത ദിവസം, മനസ്സിനൊരു വിഷമം പിടിച്ച ദിവസം. എൻ്റെ രാത്രിക്കെല്ലാം കിഞ്ഞും പോയി. ഇനി അത് തന്നെ ഇനി ഒരു 3-4 ദിവസത്തിന് ഇതായിരിക്കും മനസ്സിൽ. എന്തെങ്കിലും ചെറിയൊരു വിഷമം എനിക്ക് ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അത് തന്നെ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഡേമനേടി സന്തോഷത്തോടും പറയണ്ട, സിന്ധുവിനോടും പറയണ്ട, അവർക്ക് വിഷമമാകണ്ട എന്ന് പറഞ്ഞു. എന്നാ ഇല്ല പച്ചി വിഷമിക്കണ്ട, ഇനി 5-6 നിൽപ്പുണ്ട്, അതിലുള്ളതിൻ്റെ വീതം ഇവിടെ വെച്ചേക്കാന്ന് കൊച്ചു പറയാം. എനിക്ക് വിഷമമായി എന്ന് ഓർത്തോണ്ടേ എന്നാ പറയാനാ. അതങ്ങനെ ഇനിയിപ്പോൾ അത് അവിടുന്ന് എടുത്ത് ആ തെങ്ങിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ മാറ്റി തരണം, അല്ലെങ്കിൽ സ്മെല്ലായാലോ. പക്ഷെ പരിക്കാതിരുന്നിട്ട് മണം പോലും വന്നില്ല. പൂത്ത് ചൂർത്ത് ബക്കറ്റിനകത്തെല്ലാം വെള്ളം പോണക്കായി. എന്നിട്ട് ഞാൻ ബക്കറ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴുകാമെന്ന് ഓർത്തുണ്ട്. ഇത് കൊണ്ടുപോയി ഇവിടോട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കളഞ്ഞ് അതിനടുത്ത് അതിറക്കി ആ തെങ്ങിൻ്റെ വീട്ടിലൊക്കെ ഇട്ടിട്ട് വരാം. എന്നാ പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ചില സമയങ്ങൾ നമുക്ക് മണ്ടത്തരത്തൊക്കെ പറ്റുമല്ലേ. എന്നാ ചെയ്യാൻ പോട്ടെ. പിന്നെ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നുകൊണ്ട് ഫോണിനകത്താണേലും ഒന്നും നോക്കാനും പറക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടില്ല. എന്നു വെച്ചാൽ നമുക്ക് നെറ്റ് കിട്ടിയാലെങ്കിൽ ഭയങ്കര പാടല്ലേ. ഈ വൈഫൈ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് ഫോണിലെ നെറ്റ് ഇച്ചിരി നേരത്തേനേ ഉള്ള കണക്ക് തോന്നും, നമ്മൾ എന്തെങ്കിലും അടുപ്പിച്ച് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ പഴയ ചുരിദാറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് എൻ്റെ ദേവന് തന്ന ചുരിദാറാണ് കേട്ടോ. ബാംഗ്ലൂരുള്ളൊരു മോള് അവൾ തന്ന കുറേ ഒത്തിരിയൊന്നും അധികം കിട്ടിയില്ല, പക്ഷേ പെട്ടെന്ന് കൈയൊക്കെ ടൈറ്റായി, വണ്ണം വെച്ചില്ലേ. അപ്പോൾ ഞാനോർത്ത് ഇനി ഇവനെയൊക്കെ നേറ്റിയിടാൻ വെറുതെ എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ പോയപ്പോഴത്തേനും ഇട്ടതാണ് കേട്ടോ. പുറത്തോട്ട് പോയപ്പോഴത്തേനും കളറൊക്കെ ഇളകി പിടിച്ചുകൊണ്ടേ ഞാൻ വിചാരിച്ചു ഇനി നേറ്റിയിടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ചുരിദാർ നേറ്റി ഇടുന്നില്ലല്ലോ, നമ്മൾ നൈറ്റി ഇട്ടിട്ട് ശീലിച്ചുകൊണ്ട് ചുരിദാർ ഇടുന്നില്ല. പക്ഷേ ചുരിദാർ കുറേ പഴയ ചുരിദാറുണ്ട് നേറ്റി ഇടാനാണെങ്കിൽ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ കിങ്ങിണിമോൾക്ക് ഒരു സ്വെറ്റർ മേടിച്ച് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. രാത്രി മാത്രം ഇടാനായിട്ടേ എനിക്കേ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ കണ്ടിട്ട് ചേട്ടാ പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല, വിറയ്ക്കും അടിയുന്നത്, അതേപോലത്തെ തണുപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ജനുവരി മാസം ഫുള്ള് ഇങ്ങനെ ആയിരിക്കും. എന്നാൽ ഞാൻ കൊച്ചിനൊരു സ്വെറ്റർ മേടിച്ച് കഴുകി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇന്ന് കടയിൽ കയറി നോക്കിയിട്ട് അവൾക്ക് പറ്റുന്ന സൈസില്ല. പിന്നെ ഞാൻ ചുമന്ന ചുരിദാറിൻ്റെ ഒരു ഷാൾ മേടിച്ചു. എനിക്ക് ചൊവ്വാഴ്ച AKTയുടെ ഒരു സമ്മേളനമാണ്, ഞങ്ങളുടെ സംഘടനയുടെ സമ്മേളനമാണ്. അപ്പോൾ അതിന് യൂണിഫോം ഉണ്ടല്ലോ, വെള്ളയും ചുമപ്പുമാണ്. എൻ്റെ ചുമപ്പ് ഷോൾ രണ്ടും ഇതിനകത്ത് ഇരുന്നുണ്ട്. അതും ദേവന തന്ന ഒരു ഷോള് ഒരെണ്ണം ഞാൻ മേടിച്ചതായിരുന്നു. ആ 2 ഷോളും എന്തോ ഇങ്ങനെ കറുപ്പ് കയറി പോയി പോണക്കായിപ്പോയി. അത് ഈ അലമാരിക്ക് അത് വെച്ചാൽ പിന്നെ എല്ലാം മറ്റേ സ്റ്റീൽ അലമാരിക്കത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി സ്വെറ്റർ മേടിക്കാം, കൊച്ചിനൊരു സ്വെറ്റർ മേടിച്ച് കഴുകി വെക്കാം, പൊടിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ്. അപ്പം പിന്നെ ഒരു ഷാൾ മേടിച്ചു, ഒരു സാധാ ചുവന്ന ഒരു ഷാൾ മേടിച്ചു. കൊച്ചിന് കിട്ടിയില്ല. കൊച്ചിന് ഇനിയിപ്പോൾ അടുത്ത ദിവസം എങ്ങാനും കട്ടപ്പനയിലെങ്ങാനും പോകുമ്പോൾ ഒന്ന് മേടിച്ച് ഒരു കഴുകി കൊണ്ട് വെക്കണം, അല്ല ഈ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയും നിസ്സാരം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ കൈയൊക്കെ തണുത്ത് മരയ്ക്കുന്നു. ഈ തണുപ്പ് കൂടുമ്പോഴത്തേനും എന്നാ പ്രശ്നം എന്നറിയോ, ഈ വിരലിൻ്റെ ഇതുണ്ടോ ഇവിടെയൊക്കെ എനിക്ക് പൊട്ടിയിരിക്കുവാണേ. ഈ സൈഡെല്ലാം ഇങ്ങനെ പൊട്ടും, എൻ്റെ കൈയുടെയും കാലിൻ്റെയും ഒക്കെ പൊട്ടും. എന്നിട്ട് ഭയങ്കര വേദന. ഇപ്പോൾ ഈ കൈ ചൂണ്ടുവരലില്ല, നമ്മൾ പാത്രമൊക്കെ കഴുകുകയും വെള്ളത്തിനകത്തോട്ട് ചെയ്യും പണി ചെയ്യുമ്പോഴത്തേനും എന്നാ നീറ്റിലും വേദനയാണെന്നറിയോ, ഭയങ്കര വേദന. ഇന്ന് ആയുർവേദാശുപത്രി ചെന്ന് നിന്നപ്പോഴത്തേനും ആ പിള്ളേർ പറയാം, എൻ്റെ ചേച്ചി എൻ്റെ പുറവും ദേഹവും എല്ലാം 2 പെൺപിള്ളേർ മരുന്ന് മേടിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂപ്പർ ചെയ്യുന്നപ്പം തുണി എടുക്കാനൊക്കെ വരുന്ന പിള്ളേരായിരുന്നു. ആദ്യം അതിലൊരു കൊച്ചിനെ കണ്ടു ചോദിച്ചു സൂരജിൻ്റെ അമ്മയാണോ. ഞാൻ ചെയ്ത് സൂരജിൻ്റെ. അയ്യോ അല്ലല്ല ചേച്ചി സൂപ്പർ ചെയ്യുന്ന ചേച്ചിയല്ലേന്ന്. അതേ മോളെ ഇപ്പോൾ എന്നെ ഇല്ലേ പോകുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എത്ര നാളായി മാറിയിട്ട്. ഇപ്പോൾ ആശുപത്രിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവർ യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറയായിരുന്നു 10 വർഷത്തോളം നിന്നില്ലേ അല്ലേ ചേച്ചി നാട്ടിൽ, ഈ പൊടിയുടെ പ്രശ്നം വരുമല്ലേ. എന്നിട്ട് പറയാം എൻ്റെ ചേച്ചി ഇപ്പം അവർ പിള്ളേരാണേ, അവർ പറയാം ഇപ്പം തന്നെ ഞങ്ങൾക്കേ പറ്റുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ ചേഞ്ച് ആയപ്പോഴത്തേനും ദേഹം എല്ലാം വലിഞ്ഞ് പുറമൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറിയുന്ന നമുക്ക് തോന്നുക ചേച്ചിന്ന്. ഈ ശകലമെങ്കിലും കാറ്റടിക്കുമ്പോഴത്തേക്കുമേ ഭയങ്കര സ്കിന്ന് നമ്മുടെ ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ഇതാവുക. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു കാലം ഇങ്ങനെയൊക്കെ ആയിരുന്നു. സരോമയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, ഭയങ്കര കാലാവസ്ഥയും മഞ്ഞും ഭയങ്കര ഒരു കാലത്തിലൂടെയൊക്കെ അവരൊക്കെ കടന്നു വന്നേന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞോണക്കാവുകയെന്നാണ് തോന്നുന്നത്. ശരിക്കും സൂസമ്മ ചേച്ചി ഇപ്പോൾ കയറി പറയും എൻ്റെ കൊച്ചേ സൂചിക്ക് കുത്തുന്ന മാതിരി അല്ലടി തണുക്കുന്നത്, അതേപോണക്ക് തണുപ്പാണ് മോനേന്ന്. സ്വെറ്ററൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇരിക്കുന്നു, ഭയങ്കര തണുപ്പാണ്.
അപ്പോൾ സൂസൻ ചേച്ചിയുടെ പിറന്നാളായിരുന്നു, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേരും കേട്ടോ. എന്നാ പറച്ചിൽ പറഞ്ഞാലും ഒരമ്മയെപ്പോണക്കാണ്. ഞാൻ കയറി ചെല്ലുന്നില്ലെന്നുള്ള പരാതിയേ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ സമയവും കിട്ടുന്നില്ല എല്ലാ കാര്യങ്ങളും കൂടെ. പിന്നെ ചക്കയും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ടൊക്കെ എന്നെ വിളിക്കും, കൊച്ചെ കയറി വടി ചക്കാതെയാണ്. അപ്പോൾ കയറി ചെല്ലും പറയുമായിരുന്നു, വല്ലപ്പോഴും ഒന്ന് കയറി വരണ്ടേ. അതാ കറക്റ്റാണ്, പിറന്നാൾ ദിവസം തന്നെ നീ വന്നല്ലോ, ഞാൻ അറിഞ്ഞു പോലും ഇല്ല, ഓർത്തു പോലും ഇല്ല. അങ്ങനെ അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞേക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കാന്ന്. തണുപ്പടിയോ, ഞാൻ ഇപ്പം തന്നെ സ്വെറ്റർ നോക്കിയിട്ടിട്ട് അനങ്ങാതെ ഇരിക്കണത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ തണുത്ത് മരച്ച് പോവാം. വീഡിയോ ഇല്ല, പെരയ്ക്കകത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കുക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ വീഡിയോ പെരയ്ക്കകത്തിരുന്ന് ലൈറ്റ് ഇല്ലാതെ എന്നെ ചെയ്യാനാ. അതുകൊണ്ട് ഞാൻ 5:30 ആകുമ്പോഴത്തേനും കണ്ടു വരുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എടുത്ത് വെക്കാതെ എട്ട് ചെയ്ത് വെക്കാമല്ലോ. അല്ലാതെ ഞാൻ കിട്ടുന്നിടയ്ക്കും പോയേനെ. പക്ഷേ ഈ തണുപ്പത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നതേ ഉള്ളൂ പനിയൊക്കെ കാരണം ആയുർവേദത്തിൽ നിന്ന് മേടിച്ചിട്ട് വന്ന മരുന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പൊടി മാത്രമേ കഴിച്ചുള്ളൂ, തൊണ്ടയ്ക്കും അസ്വസ്ഥതയ്ക്കും ഈ കഫക്കെട്ടിനൊക്കെ ഉള്ളത്. അത് കഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട്. ബാക്കി മരുന്നുകൾ കഷായവും അരിഷ്ടവും ഒന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കുഴമ്പ് തേക്കുന്നുണ്ട് വേദനയ്ക്ക്. തേഞ്ഞ് മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നാന്ന് വെച്ചാൽ ഈ പനിയും കഫക്കെട്ടും ഒക്കെ ഉള്ളപ്പോൾ വേറെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കണ്ട, തുടങ്ങണ്ടെന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ. നല്ലൊരു ഡോക്ടർ കേട്ടോ. ഇന്ന് ഞാൻ ചെന്നപ്പോഴത്തേനും എനിക്ക് വീണ്ടും ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ അലിപ്പിച്ച് കഴിക്കുന്ന ഒരു മരുന്നുണ്ട്. അത് ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നു വിട്ടു. നല്ലൊരു ഡോക്ടർ. എന്നിട്ട് പറഞ്ഞു നാളത്തേക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, എന്നിട്ട് ഒരു 7 ദിവസം കഴിച്ചിട്ട് കറക്റ്റായിട്ട് കഴിക്കണം. അതിന് ഇഞ്ചിനീരും തേനും ഒക്കെ വേണം കഴിക്കണമെങ്കിൽ. ആയുർവേദം കഴിക്കണമെങ്കിൽ അറിയാമല്ലോ, ഇച്ചിരി ചടങ്ങാണ്. നമുക്ക് ഫുഡൊക്കെ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടിയല്ല ഈ അസ്വസ്ഥത, ഈ അലർജിയൊക്കെ ഒന്ന് മാറി. ഇതുണ്ടോ, ഇറങ്ങിയിരുന്നപ്പോൾ തന്നെ കണ്ണിന് ചൊറിച്ചിൽ തുടങ്ങി. ഇനി ഇപ്പം തന്നെ സൗണ്ട് മാറാൻ തുടങ്ങും. കണ്ടില്ലേ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടില്ലേ? എന്നെ ചെയ്യാനാണ്, കറണ്ടില്ല, ഒരു കാര്യവും നടക്കില്ല അല്ലേ. നമുക്ക് പെരയ്ക്കകത്തുള്ള കാര്യങ്ങളൊന്നും ക്യാമറ എടുത്തുകൊണ്ട് വെച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതല്ല, ഇന്നെല്ലാം കൊണ്ടും ഒരു സുഖമില്ല, എന്തോ ഒരു മൂകത പിടിച്ച ഒരു ദിവസം പോലെ. ഇന്ന് എന്നെ എന്നോട് സുചേച്ചിയാന്ന് തോന്നുന്നു. സുചേച്ചി രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവരുടെ മണിമുല്ല പൂത്തു എന്നൊക്കെ പറഞ്ഞ് പൂവിൻ്റെയൊക്കെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടേ. സുചേച്ചി എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിക്കുട്ടിയാണ് കേട്ടോ, തിരുവല്ലയിലുള്ള ചേച്ചിയാണ്. അപ്പം പൂവൊക്കെ എനിക്ക് ഇട്ട് തരും. അതുപോലെ തന്നെ ഒരു ദിവസം ഇട്ട് വന്ന് പൂമ്പാറ്റകൾ, ഒരു പൂച്ചെടിയുടെ ചുറ്റിനും നിറയെ പൂമ്പാറ്റകൾ. ബട്ടർഫ്ലൈ ചെടി നോക്കണ്ട അതിന് പറയുന്നതെന്ന്. ഇന്ന് രാവിലെ അതേപോലെ തന്നെ എൻ്റെ മണിമൂല പൂത്തെന്ന് പറഞ്ഞ് 2 നിറഞ്ഞ് പൂത്തിരിക്കും, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി തണുപ്പും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കൊച്ച വിശേഷം അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തണുപ്പും കാര്യങ്ങളൊക്കെ ചേച്ചി അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയാമെന്ന്. അതേന്ന് എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല, മനസ്സിനെല്ലാം ഇങ്ങനെ ഒരു ഭയങ്കര ഒരു വിഷമം പോണൊക്കെ ചേച്ചിയാന്ന് തോന്നുന്നു പറഞ്ഞത്. അതോ വേറെ ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചി വിളിച്ചത്, എന്നാ ചേച്ചിയാണോ എന്നറിയില്ല. മനസ്സിനെല്ലാം ഒരു വിഷമം പോണക്ക്, എന്തോ ഒരു അന്തരീക്ഷം പോലും ഒരു ശരിയല്ലാത്ത പോണക്ക്, ഇങ്ങനെ എന്തോ ഒരു സങ്കടമെന്ന്. പിന്നെ ചേച്ചിയുടെ കൂടെ, ചേച്ചി ബാങ്കിൽ ജോലിയായിരുന്നു, കൂടെ ജോലി ചെയ്ത ഒരു സാറ് മരിച്ചങ്ങാണ്ട് പോയി, അതിന് അടക്കിനൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചിയും ഒത്തിരി വിഷമങ്ങൾ അറിഞ്ഞ ഒരു ചേച്ചിയാണ്, അനുഭവിച്ച ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ മോൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചൊക്കെ പോയതാണ്, 19-20 വയസ്സെങ്ങാണ്ടായപ്പോഴും. ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നൊരു ചേച്ചിയാണ്. അതുകൊണ്ട് എപ്പോഴും എന്നോട് ഭയങ്കരമായിട്ടേ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യും. ഇത്രയും നല്ല സ്നേഹമുള്ളൊരു ചേച്ചിക്കുട്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് എന്നാ തരത്തിലോ വെച്ചാൽ എനിക്ക് മനസ്സിനൊരു വിഷമം, മൊത്തം മൂകത പോണക്ക്, പ്രകൃതി പോണക്ക് ഒരു സുഖമില്ലാത്ത പോണക്ക്, നീ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇന്നും എനിക്കും മൂടൊരു ശരിയല്ല, ഒരു ഉഷാറില്ല, ഒരു സുഖമില്ലാത്ത പോലെ. പിന്നെ ചേട്ടായിക്ക് വൈകിട്ട് ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മൂകത അല്ലേ. എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉഷാറുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഇടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.